അഞ്ജു, നീ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണോ? ഞാൻ എങ്ങനെ സന്തോഷിക്കും? ദേവികേച്ചിയുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ അധികാരം മുഴുവൻ എന്റെ കയ്യിൽ വരുന്നത് വരെ എനിക്ക് സങ്കടം മാറില്ല അമ്മ. എന്നാലേ നിന്റെ സങ്കടം ഉടനെ തന്നെ മാറും. എങ്ങനെ? ദേവികയെ തരം താഴ്ത്താൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു മോളെ. എന്ത് വഴി? അതൊരു ഉഗ്രൻ വഴിയാ. ദേവികയെ തരം താഴ്ത്താൻ വേണ്ടി മാത്രമല്ല, അവളെ അവിടെ നിന്നും എന്നേക്കുമായി ഓടിച്ചു വിടാനും ചിലപ്പോ ഈ മാർഗം ഉപകാരപ്പെട്ടൊന്നു വരും. അമ്മ മാർഗം എന്താന്ന് വെച്ചാ പറയേ. പറയാം മോളെ. പൊന്നാരൻ തോട്ടത്തുകാരുടെ സ്ഥിതി അനുസരിച്ച് അവിടെ പണത്തിനും പൊന്നിനും ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. എന്ത് വേണമെന്ന് അമ്മ പറഞ്ഞാ മതി, ഞാൻ അതേപോലെ ചെയ്തോളാം. അവിടെ അവരവരുടെ സ്വർണവും പണ്ടങ്ങളും എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നീ അറിയണം. എന്നിട്ട് അതിൽ നിന്നും ഏറ്റവും വില കൂടിയ സ്വർണ്ണാഭരണമോ രത്നാഭരണമോ നീ മോഷ്ടിക്കണം. എങ്ങനെ? അമ്മ എന്നെ കള്ളിയാക്കാനുള്ള പുറപ്പാടാണോ? ഇടി മണ്ടി, ആദ്യം ഞാൻ പറയുന്ന മുഴുവൻ നീ കേക്ക്. നിന്നെ കള്ളിയാക്കാനുള്ള പരിപാടിയൊന്നും അല്ല. അവളെ കള്ളിയാക്കണം. നീ ആഭരണം മോഷ്ടിച്ചിട്ട് അതിന്റെ പഴി നമുക്ക് ദേവികയുടെ തലയിലിടണം. പൊന്നാരൻ തോട്ടത്തുനിന്ന് ദേവിക സ്വർണം മോഷ്ടിച്ചു എന്നറിഞ്ഞാ എന്തായിരിക്കും അവളുടെ ഗതി? എല്ലാവരും കൂടി ചേർന്ന് അവളെ അവിടുന്ന് കെട്ടുകെട്ടിക്കും. അല്ലമ്മ, അത് ദേ, നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. പറഞ്ഞതുപോലെ ചെയ്യ്. പോയി ആ സ്വർണം എങ്ങനെയെങ്കിലും മോഷ്ടിക്കാൻ നോക്ക്. ഞാൻ വിളിച്ചോളാം. നീ മുറിക്കകത്ത് നടത്തിയതൊക്കെ ഞാൻ കണ്ടു. സിദ്ധുവിന്റെ തലേണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന താക്കോല് നീ മോഷ്ടിച്ചു അല്ലേ? ഇല്ല. എന്താ ഇത് നീ മോഷ്ടിച്ചതല്ലേ? എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറയാൻ. അത് ദേവികേച്ചിക്ക് ഒരു പണി കൊടുക്കാൻ ഒരുങ്ങുമായിരുന്നു. എന്ത് പണി? ഇവിടുന്നൊരു ആഭരണം മോഷ്ടിച്ചിട്ട് അത് ദേവികേച്ചിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. ഈ കുടുംബത്തിൽ നിന്ന് ചേച്ചി ആഭരണം മോഷ്ടിച്ചു എന്നറിഞ്ഞ
നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ചേച്ചി ഇവിടുന്ന് പുറത്താക്കില്ലേ? അതായിരുന്നു എന്റെ ലക്ഷ്യം. ആന്റി എന്താ ചിരിക്കുന്ന? എന്റെ പൊന്നു മോളെ, ഇവിടുന്ന് ഒരു ആഭരണം മോഷ്ടിക്കാന്ന് വെച്ചാ അത്ര എളുപ്പമൊന്നുമല്ല. ആഭരണങ്ങൾ വച്ചിട്ടുള്ള ലോക്കർ അമ്മയുടെ മുറിയിലാ ഉള്ളത്. അവിടുന്ന് നീ ആഭരണം എങ്ങനെ എടുക്കും? അതുമാത്രമല്ല, നീ ഇവിടുന്ന് എടുത്തു മാറ്റുന്ന ആഭരണം ദേവിക മോഷ്ടിച്ചതാണെന്ന് എങ്ങനെ തെളിയിക്കും നീ? നീ ടെൻഷനൊന്നും അടിക്കണ്ട. നിന്റെ ഉദ്ദേശം വ്യക്തമായി മനസ്സിലായതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ദേവിക ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യം. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇപ്പൊ ഈ താക്കോല് തിരികെ കൊണ്ടുവച്ചിട്ട് മുറി പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങ. ചെല്ല്. വാ. നിങ്ങൾ 3 പേരും ഇന്ന് വിരുന്നിന് പോവല്ലേ? അപ്പോ ഈ ആഭരണങ്ങൾ കൂടി അണിഞ്ഞിട്ട് പോയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ആഭരണങ്ങളാ. തലമുറകൾ കൈമാറി കൈമാറി വന്ന പൊന്നിൻ രത്നങ്ങളുമാണ്. വിലമതിക്കാനാവാത്ത മൂല്യവും മഹത്വവും സവിശേഷതയൊക്കെ ഇതിനുണ്ട്. ഇത്രയധികം പ്രത്യേകതകളും വാല്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങളിതൊക്കെ എന്തെങ്കിലും വിശേഷാവസരങ്ങളിൽ മാത്രമേ അണിയാറുള്ളൂ. അല്ലേ മായേ? അതെ അതെ. അല്ല മാഡം, ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങള് ഞങ്ങൾ ഇപ്പൊ അണിയേണ്ട കാര്യമുണ്ടോ? അതുകൊള്ളാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ചടങ്ങല്ലേ? ഈ ചടങ്ങിൽ നിങ്ങൾ ഇതൊക്കെ അണിഞ്ഞു പോണം. അമ്മ, അവിടെ ഇതൊക്കെ ആരെ കാണിക്കാനാ? ഈ ആഭരണങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്ന തന്നെ നല്ലത്. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഈ ആഭരണങ്ങൾ അണിഞ്ഞു വേണം നിങ്ങൾ ഇവിടുന്ന് പോവാൻ. വേണ്ട മാഡം, ഞങ്ങൾക്കിത് വേണ്ട. എന്റെ അമ്മേ, ഇതൊക്കെ അണിഞ്ഞു പോയാ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ദേവി, ഇത് മാഡം ഞങ്ങളെ നിർബന്ധിക്കരുത്. ജാനകി, അവർക്ക് വേണ്ടെങ്കിൽ അവരെ നിർബന്ധിക്കണ്ട. അവരുടെ ആഭരണങ്ങൾ തന്നെ അണിഞ്ഞു പോട്ടെ. അതാ മാഡം നല്ലത്. അമ്മേ, അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഏയ്, അത് സാരമില്ല. അപ്പോ ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. എന്നാ മക്കള് പോയി റെഡി ആയിക്കോ. ആ ശരി, വാ മോളെ. കണ്ണു മുന്നളിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ എടുത്ത് മുന്നിൽ വെച്ചിട്ടും അവിടുമാർക്ക് ആർക്കും അതിൽ നിന്ന് ഒന്നുപോലും വേണ്ട. എനിക്ക് വേണ്ട.
എനിക്കും വേണ്ട. എല്ലാം ഇവിടെ ഇരിക്കട്ടെ. എല്ലാം പൂത്ത് ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ചേച്ചി അനിയത്തിയും കൂടെ എന്തെങ്കിലും ഒരു ഉരുപ്പടി ചോദിച്ചിരുന്നെങ്കിൽ അക്കൂട്ടത്തിൽ എനിക്കും കൂടെ ചോദിക്കായിരുന്നു. അവളമാരത് ചോദിക്കാത്തതുകൊണ്ട് എന്റെ ചാൻസ് നഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ ആ വിലപ്പെട്ട ആഭരണങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് അണിഞ്ഞുകൊണ്ട് വിരുന്നിന് പോവായിരുന്നു. ഈ വീട്ടിലെ എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ ആദ്യം ചേച്ചി അനിയത്തി ഇവിടെ നിന്ന് അടിച്ചിറക്കണം. മോളെ, ഇത് അതെ, മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടിന്ന് അടിച്ചു മാറ്റിയത് തന്നെയാ. ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പ്രത്യേക സിദ്ധിയുള്ളവളാ ഈ മായ. ഞാൻ എന്തിനാ അടിച്ചു മാറ്റിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സിലായി. നീ ഇവിടെ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങ് മോഷ്ടിച്ചു. ഇനി ഇത് ദേവികയെ കൊടുക്കാൻ പാകത്തിൽ നിന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. അതിനുശേഷം അപ്പൊ ഇതാണ് പ്ലാൻ. ഇത് ഒരു കാരണവശാലും പാളിപ്പോകരുത്. ഇല്ല ആന്റി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ഇത് പിടിക്ക്. ആരുടെയും കണ്ണിപ്പെടാതെ ഇത് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്ക്. ശരി. അപ്പൊ ശരി, എല്ലാം പറഞ്ഞതുപോലെ. ശ്രീകലയ്ക്ക് വേണ്ടി വാങ്ങിയ സാരിയാ. കല്യാണത്തിന്റെ സമയത്ത് വാങ്ങിയതാ. പക്ഷേ അന്നിത് ശ്രീകലയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സാഹചര്യം അതായിരുന്നല്ലോ. ഇന്നിത് മോൾ അമ്മയ്ക്ക് കൊടുക്കണം. ഞങ്ങള് തന്നയച്ചതാണെന്ന് പറഞ്ഞു വേണം കൊടുക്കാൻ. ശരി മാഡം. വേണം. മുത്തശ്ശനാ? മുത്തശ്ശ, നിങ്ങൾ എപ്പോഴാ പുറപ്പെടുന്നത്? ഞങ്ങളിതേ ഇറങ്ങി മുത്തശ്ശ. ആ ശരി ശരി, നിങ്ങൾ ഇറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ശരി, വന്നിട്ട് കാണാം. ശരി മുത്തശ്ശ. ഞങ്ങൾ ഇറങ്ങിയെന്നറിയാനാ മുത്തശ്ശൻ വിളിച്ചത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഏട്ടാ, അബി വാ. അമ്മേ, അച്ഛാ, ഞങ്ങൾ പോയിട്ട് വരാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. അമ്മ മോളെ സുലകനെ, അവരവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എന്തായി? എല്ലാം ഭംഗിയായി ഒരുക്കി കഴിഞ്ഞു അച്ഛാ. ഇനി അവരിവിടെ എത്തിയാൽ മാത്രം മതി. അതിനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. എത്ര ദിവസമായി എന്റെ അഞ്ജുനൊന്ന് കണ്ടിട്ട്. അവളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. അവിടുന്ന് ഇപ്പൊ ഇറങ്ങിയ അരമണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തും. നീ വേഷമൊക്കെ മാറി റെഡിയായോ? ഞാൻ അമ്പലത്തിലേക്ക് പോവാ. അവരിപ്പോ ഇവിടെ എത്തും. ഈ നേരത്താണോ ശ്രീകല ക്ഷേത്രത്തിൽ പോകുന്നത്?
എനിക്ക് താല്പര്യമില്ലാത്ത വിരുന്ന് ചടങ്ങിന് ഞാൻ എന്തിനാ പങ്കുകൊള്ളുന്നത്? വിരുന്നൊക്കെ നിങ്ങളായിട്ട് തന്നെ നടത്തിയാ മതി. മോളെ അച്ഛാ, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. അവരെല്ലാം ഇറങ്ങിയതിനു ശേഷം എന്നെ വിളിച്ചാ മതി. അപ്പൊ ഞാൻ തിരികെ വരാം. മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വിരുന്നീന്ന് ഒഴിഞ്ഞു മാറി നിൽക്കരുത്. അങ്ങനെ ചെയ്യരുത് മോളെ, അത് വളരെ മോശമാ. വിരുന്നിന്റെ നേരത്ത് നീ ഇവിടെ നിന്ന് മാറി നിന്നാൽ നിന്റെ എതിർപ്പ് ഇതുവരെ മാറിയിട്ടില്ല എന്നല്ലേ പൊന്നാരം തോട്ടത്തുകാർ കരുതൂ. കരുതണം. എന്റെ എതിർപ്പും വിദ്വേഷവും മാറിയെന്ന് ആരാ പറഞ്ഞത്? അതൊന്നും മാറിയിട്ടില്ല. ദേവിക സിദ്ധാർത്ഥനോടൊപ്പം കഴിയുന്നിടത്തോളം കാലം അത് മാറുകയില്ല. മോളെ നീ ഇങ്ങനെ തുടർന്നാല് രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധത്തിനകത്ത് വിള്ളൽ വീഴും. ദേവികയുടെ മാത്രമല്ല, ഗോപികയുടെ അഞ്ജിതയുടെയും ജീവിതം നശിക്കും. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഒഴിവാക്കാനാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്നെ ആരും പിടിച്ചു നിർത്താൻ നോക്കണ്ട. മോളെ ശ്രീകലെ ശ്രീകലേ, ശ്ശോ. എത്ര പറഞ്ഞാലും ശ്രീകലയുടെ തലയെ കേറില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? പോകുന്ന ഒരു പോട്ടെ അച്ഛാ. എന്ന് കരുതി വിരുന്ന് മുടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവളില്ലെങ്കിലും വിരുന്ന് ഗംഭീരമായിട്ട് ഞാൻ നടത്തും. വരൂ വരൂ. ആ നിക്ക് നിക്ക് നിക്ക്. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വിരുന്നിന് വരുന്നതല്ലേ? ആരതി ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. വാ നിക്ക്. നിന്റെ അമ്മ എന്തീ കാണിച്ചത്? എനിക്കെങ്ങനെ അറിയാന്? വാ മക്കളെ. സുലോചനെ, നീ എന്താ ഇവർക്ക് ആരതി ഒഴിയാതിരുന്നത്? അശ്ശോ, ഞാനിത് പെട്ടെന്ന് ഓർത്തില്ല. ഇവര് നിന്റെ മുന്നിൽ തന്നെയല്ലേ നിന്നത്? അത് അഞ്ജിതയും അഭിയേയും കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി അച്ഛാ. എനിക്ക് മോളെയും മരുമോനെയും മാത്രമേ ഓർമ്മ വന്നുള്ളൂ. ഇവർക്കത് വിഷമമായി കാണും. അതൊന്നും സാരല്ല മുത്തശ്ശ. ഇനി എന്തായാലും ആരതി ഒഴിയാൻ നിൽക്കണ്ട. എല്ലാരും അകത്തേക്ക് വാ. എനിക്ക് സിന്ദൂരം തൊട്ടെന്നില്ലല്ലോ. എനിക്ക് സിന്ദൂരം വേണം. എനിക്ക് സിന്ദൂരം വേണം മാലാകെ. കൂട്ടാ, കൂട്ടിന് ഞാൻ സിന്ദൂരം വെച്ചുതരാം. വാ നടക്ക. വാ. അമ്മ മറന്നതൊന്നുമല്ല, മനഃപൂർവ്വമല്ലേ അമ്മ അവർക്ക് ആരതി ഒഴിയാതിരുന്നത്? അതേടാ, ഞാൻ മനഃപൂർവ്വം തന്നെ ആരതി ഒഴിയാത്തത്. ഞാനിതിന് അവർക്കൊക്കെ ആരതി ഒഴിയണം. എന്റെ മോക്കും മരുമോനും മാത്രം ആരതി ഒഴിഞ്ഞാ പോരെ? വളരെ മോശമായി പോയമ്മേ. ആണോ? എന്നാലേ ഞാനതങ്ങ് സഹിച്ച്. അമ്മേ, നീ പോടാ, വക്കാലത്ത് ഓടിക്കാൻ വന്നിരിക്കുന്നു.
അനീഷേട്ടാ ഇതൊന്നുകൊണ്ടേ അവർക്ക് കൊടുക്കൂ. എനിക്കിവിടെ കിച്ചണിലെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. എല്ലാരും സീറ്റ്സ് എടുത്തേ. മധുരത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അനീഷേട്ടനാണോ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്? ഞങ്ങള് വരുമായിരുന്നല്ലോ. മുത്തശ്ശന്റെ വർത്തമാനവും തമാശയൊക്കെ കേട്ടോണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് നിന്നു പോയതാ. അതെ, നിങ്ങൾ ആരും ഒന്നും ചെയ്യാൻ വരണ്ട. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ അതിഥികളാ. വിരുന്നിനെത്തിയ അതിഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് മര്യാദകേടാ. സ്വീറ്റ്സ് എടുക്ക്. കഴിക്ക്. കുട്ടാ എടുക്ക്. അല്ല മുത്തശ്ശൻ എടുക്ക്. എനിക്ക് മധുരമൊന്നും പാടില്ല. ഹൈ ഷുഗറാ. നിങ്ങൾ കഴിച്ചോ. കുട്ടാ ഇതെല്ലാം കുട്ടനുള്ളതാട്ടോ. മെല്ലെ കഴിച്ചാ മതി.